തൊപ്പി ആൻഡ് ഗ്യാങ് ലൈവ് സ്ട്രീമിംഗ് ആണ്. പീക്കിരി, അതായത് കൊച്ചു പിള്ളേര് മുതൽ വലിയ ആൾക്കാർ വരെ ഇവർക്ക് ഫാനായിട്ടും ഫോളോവേഴ്സും ഉണ്ട്. ആദ്യമൊക്കെ ഭയങ്കര തെറിവിളിയും ഇതുമായിട്ട് നടന്ന തൊപ്പി പിന്നെ ഒരു സമയമായപ്പോ അങ്ങ് നന്നായി. ആരെയും തെറി വിളിക്കത്തില്ല, ചാരിറ്റി ആയിട്ട് പോകുന്നു, എല്ലാരും സഹായിക്കുന്നു, കൂടെ കുറെ ഗ്യാങ് അവരെ രക്ഷപ്പെടുത്തി. ഇതൊക്കെ തൊപ്പി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഈ ടീം തമ്മിലടിച്ച് പിരിഞ്ഞതിന്റെ കാരണവും കാര്യങ്ങളും ഒന്നും ആരും പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാ ഇപ്പോ ഷമീർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തൊപ്പി പല സ്ട്രീമിലും പറയുന്ന ഒരു കാര്യമാണ്, ഇവർക്ക് ഞാനായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു, സാലറി വെച്ചിട്ടാണ് ഇവർ എന്റെ കൂടെ നിൽക്കുന്നത്. എന്നാ ഇത് അങ്ങനെയൊന്നും അല്ല എന്നാണ് ഷമീർ പറയുന്നത്. ഒരു 5000 രൂപ പോലും തൊപ്പി ഇവർക്കാർക്കും കൊടുത്തിട്ടില്ല. ഇവരെ അടിച്ചു പിരിയാനുള്ള കാര്യം പൈസ തന്നെയാണ്. പലതരത്തിലുള്ള തെറിവിളി, ടോർച്ചർ, അടിക്കുക, എന്തിന് തൊപ്പിയുടെ വസ്ത്രം പോലെ ഇവരെ കൊണ്ട് അലക്കിക്കുക, 2 മെസ്സ് നടത്തുക, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. എനിക്കൊരു മാസം അന്നേരം ആ സമയത്ത് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മാസം 1.5 ലക്ഷം രൂപ അതിനടുപ്പിച്ച് എനിക്ക് റവന്യൂ വരും. ഈ സംസാരിക്കുന്നതാണ് ഷമീർ. മാസം 1.5 ലക്ഷം രൂപ ഷമീർ ഒറ്റയ്ക്ക് ഇരുന്ന് ലൈവ് സ്ട്രീം ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. ഈ പൈസയൊക്കെ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ അക്കൗണ്ടിലോട്ടാണ്. ഇവർക്ക് സ്വന്തമായിട്ട് അക്കൗണ്ട് ഒന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇവര് ഗ്രൂപ്പായിട്ട് സ്ട്രീമിങ് ചെയ്താലും അല്ലാതെ സ്ട്രീമിങ് ചെയ്താലും ഈ പൈസ മൊത്തം പോകുന്നത് തൊപ്പിയുടെ അക്കൗണ്ടിലോട്ടാണ്. അപ്പൊ അങ്ങനെ 3-4 മാസത്തെ മൊത്തം റവന്യൂ കൂടി ഒരു 3-4 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇവന്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇതായത്. അവന്റെ ലൈവിൽ പെർഫോം ചെയ്തതിനോ ഇതിനൊന്നും ഞാൻ ഇന്നവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എന്റെ സ്വന്തമായിട്ട് എനിക്കൊരു റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അവനോട് ഞാൻ ചോദിക്കാറില്ല. ഞാൻ എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ ആക്കിയിട്ട് പൈസ ആക്കിയിട്ടാണ് ഞാൻ റീചാർജും കാര്യങ്ങളൊക്കെ ചോദിക്കാറ്. കാരണം എനിക്ക് ഞാൻ അധ്വാനിച്ച പൈസ മാത്രം ഇതാക്കുക, അല്ലെങ്കിൽ ഞാൻ പണിയെടുത്ത പൈസയിൽ നിന്ന് എന്തെങ്കിലും ചെയ്യാന്നുള്ളൊരു മൈൻഡുള്ള ഒരാളാണ്. ഇവരൊക്കെ തല്ലിപ്പിരിഞ്ഞേക്കുന്നത് പൈസയുടെ കാര്യത്തിൽ തന്നെയാണ്. കാരണം ഇവന്മാർ എത്ര കഷ്ടപ്പെട്ടാലും ഇവന്മാർ എന്തൊക്കെ ചെയ്താലും തൊപ്പി ഇവന്മാർക്ക് 5 പൈസ കൊടുക്കാറില്ല. ഇവര് പിരിഞ്ഞിട്ട് കുറെ കാലമായി. ഇത്രയും നാളായിട്ട് ഇവര് എന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ളത് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഇനി ഇതിന്റെ വേറൊരു വേർഷനായിട്ട് തൊപ്പി വരുമായിരിക്കും, സ്വാഭാവികമായിട്ടും വരും. കാരണം ഇപ്പുറത്തുനിന്നൊരു വീഡിയോ വന്ന സ്ഥിതിക്ക് അപ്പുറത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്തായാലും വരണല്ലോ. അതാണല്ലോ ഒരു നിയമം. തൊപ്പി പലപ്പോഴും തൊപ്പിയുടെ ലൈവിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മാസാമാസം ഇവർക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ കാരണമാണ് ഇവർ രക്ഷപ്പെട്ടത്. പക്ഷെ ഇപ്പൊ ഇവര് വന്നിട്ട് പറയുന്നു ഇതിൽ നിന്ന് ഒരു 5000 രൂപ പോലും ഇവർക്ക് ആർക്കും തൊപ്പി കൊടുക്കാറില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഈ അടുത്തൊരു 2 മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ 3-4 ലക്ഷം രൂപ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ ചോദിച്ചില്ല. ഞാൻ വിചാരിച്ചു അവൻ തരുമായിരിക്കും. അവനോട് അങ്ങനെ നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, എന്റെ ഉമ്മ വിളിച്ചു. അപ്പൊ സിസ്റ്ററുടെ മാരേജ് ഒക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. മാരേജിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം സ്വാഭാവികമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാന്ന് സിസ്റ്റർ ഇതാന്ന് ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ട് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, മോനെ അങ്ങനെ തരുമെന്നായിരുന്നു എന്റെ വിശ്വാസം. അവന്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എന്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോ അവൻ പറഞ്ഞു റവന്യൂ എനിക്ക് തരാൻ പറ്റില്ല. കാരണം അവനിതൊരു ബിസിനസ് ആയിട്ടാണ് നടത്തുന്നത്. ബിസിനസ് ആയിട്ട് നടത്തുന്നത് നീ നടത്തിക്കോ, പക്ഷെ നിന്റെ ബിസിനസ്സില് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൂലി കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ആരാടാ നിയമം പറഞ്ഞേ? അവരുണ്ടാക്കിയ പൈസ പോലും അവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എവിടത്തെ നിയമമാണ്, എവിടത്തെ റൂളാണ്? ഇവരെ വെച്ചിട്ട് ഇവരെ മാനം വരെ വിറ്റിട്ട് മറ്റേ മമ്മു എന്ന് പറയുന്നവന്റെ ഷഡ്ഡി ഡാൻസ് വരെ പുറത്തു വന്നിട്ടുണ്ട്. വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് അതിൽ നിന്ന് 5 പൈസ വരെ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോ അത് എവിടത്തെ പരിപാടിയാ?
നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഓക്കെ. ഇവന്മാരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അതുപോലും നീ ഇവന്മാർക്ക് കൊടുക്കുന്നില്ല. ഒരു തരം മറ്റേ പരിപാടിയല്ലേ കാണിക്കുന്നേ. തൊപ്പിയുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. നന്മമരം വീഡിയോസ്, ചാരിറ്റി വീഡിയോസ്. പലർക്ക് ഐഫോൺ മേടിച്ചു കൊടുക്കുക, അസുഖമായിട്ട് കിടക്കുന്നവർക്ക് വീട്ടിൽ കൊണ്ടുപോയി പൈസ കൊടുക്കുക. ഇതൊക്കെ തൊപ്പിക്ക് ഒരു ബിസിനസ് ആണ്. പക്ഷെ ഇവന്മാർക്ക് പൈസ കൊടുക്കുമ്പോൾ മാത്രം തൊപ്പിക്ക് അതില് ഒരു 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 രസമില്ല അല്ലേ തൊപ്പി? ബാക്കിയൊക്കെ നാട്ടുകാരെ കാണിച്ച് ചെയ്യുമ്പോ അത് ഭയങ്കരമായിട്ട് നന്മമരമാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ പണിയെടുത്ത് ഉണ്ടാക്കുന്ന പൈസ വരെ അവര് തൊപ്പിക്ക് അടിച്ചു കൊടുക്കും. മറ്റേ ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ സെറ്റ് ഒക്കെ കിട്ടുമല്ലോ, അതായിരിക്കും അല്ലേ. ചാരിറ്റി ഒക്കെ കാണിക്കുമ്പോൾ വേറെ ആൾക്കാർ പൈസ കൊടുക്കും. പക്ഷെ സ്വന്തമായിട്ട് പണിയെടുക്കുന്നവന്മാർക്ക് പൈസ കൊടുക്കത്തില്ല. ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല, ഒന്ന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിന്റെ ഒരു ഇതിൽ നിന്നൊരു പൈസ അല്ല ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിനക്ക് വേറെ പറ്റുന്ന എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. ചോദിച്ചത് ന്യായമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അവൻ ഉണ്ടാക്കിയ പൈസയിൽ നിന്നാണ് അവൻ ചോദിക്കുന്നത്. അല്ലാണ്ട് തൊപ്പിയുടെ വീട്ടിൽ നിന്ന് കൊണ്ട് വച്ച സാധനത്തിൽ നിന്ന് കുറച്ച് തരുമോ എന്നല്ല ചോദിക്കുന്നത്. ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ അവൻ സ്ട്രീമിൽ കയറി അവന്റെ സംസാരം കൊണ്ടോ അവന്റെ പ്രവൃത്തി കൊണ്ടോ അവൻ ഉണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു സ്ട്രീം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇവൻ കാണിച്ച പെർഫോമൻസിന് കിട്ടുന്ന പൈസ, അതൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കൊടുക്കേണ്ടത് തൊപ്പിയാണ്. അത് അവൻ പോലും ചോദിക്കാതെ തന്നെ കൊടുക്കേണ്ട കടമ ആർക്കുണ്ട്? തൊപ്പിക്കുണ്ട്. ഒരു സ്വഭാവം അവനുണ്ട്. അത് നമ്മൾ അവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതായത് അവിടെ രണ്ട് മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റെതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ രണ്ട് മെസ്സാണ് അവിടെ നടക്കുന്നത്. ഒരു വീട്ടില് രണ്ട് മെസ്സ്. ഇതൊക്കെ കാണുമ്പോ തന്നെ നിനക്കൊക്കെ ഇറങ്ങി പൊക്കൂടെ? നീയൊക്കെ എന്തിനാ അവിടെ അടിമയായിട്ട് നിന്നേ? കുറച്ച് ഫെയിമും കുറച്ച് കഴിക്കാൻ എന്തേലൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ ആരുടെ അടിമയായിട്ടാണെങ്കിലും അവിടെ നിന്ന് അവരുടെ അടിവസ്ത്രം വരെ നീയൊക്കെ കഴുകി കൊടുക്കൂ. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു സാധനം നിനക്കൊന്നും ഇല്ലേ? 2.5 വർഷം പിന്നെ എന്തോ പുഴുങ്ങാൻ വേണ്ടിട്ടാ നീയൊക്കെ ഇതൊക്കെ സഹിച്ച് അവിടെ നിന്നേ? ഒരു 6 മാസം അവൻ പൈസ തരുന്നില്ല, അവൻ ഇമാതിരി പെരുമാറുന്നു, ഈ രീതിയിലാണ് ഇവന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നറിയുമ്പോ തന്നെ അവിടെ നിന്ന് ഇറങ്ങി വരണമായിരുന്നു. പോയി വല്ല പണിയും എടുത്ത് ജീവിക്കണമായിരുന്നു. ഇത് പണിക്ക് പോകാനുള്ള മടി, അങ്ങനെ പറ. ഇതാകുമ്പോ തിന്നാനും കുടിക്കാനും എങ്കിലും വല്ലതും കിട്ടും. പുറത്തു പോയി കഴിഞ്ഞാൽ പണിയെടുക്കണം. നിൽക്കുമ്പോൾ ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്തോ ഒരു പ്രൊമോഷൻ പരിപാടിക്ക് എന്തോ ഇതിനോട് ഇതാക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മ എന്തോ മൂടില്ലാന്നോ ഇത് അങ്ങനെ എന്തോ പറഞ്ഞു. കാരണം സ്വാഭാവികമായിട്ട് അവൻ 2 വർഷം 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് ഓൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് ഓൻ പറയുന്ന എല്ലാ ഇതിനും തുള്ളുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്നിട്ടും മോന് എന്താ പറയാ ഒരു 2 രൂപ മോന്റെ കൈ കിട്ടാത്തതുകൊണ്ടുള്ള ഇതുകൊണ്ടായിരിക്കാം മോട്ടിവേഷൻ. ആരും മമ്മൂനെ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കാറുണ്ട് എന്ന് പറഞ്ഞവൻ, അവനാണ് മമ്മു. അങ്ങനെ എന്താ പറയാ 2-2.5 വർഷം ഒരിക്കലും ഒരു കമ്പനിയിൽ ശമ്പളം കിട്ടാതെ ആരും പണിയെടുക്കൂല. അതുപോലെ തന്നെ അപ്പൊ ഒരു ഡിമോട്ടിവേഷൻ വരും. അപ്പൊ അതിന്റെ ഇതിൽ അവൻ പറഞ്ഞു പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തോ ഒരു ഇതിൽ അത് ഞാൻ തലയൊക്കെ ചെറുതായിട്ട് ഞാൻ താഴേക്ക് നോക്കിയിട്ടാ പറയുന്നു. അവനോട് നേരെ നിന്ന് നമ്മളാരും സംസാരിക്കാൻ നമുക്ക് പറ്റാറില്ല, അതിനുള്ളൊരു ഇത് ഉണ്ടാവാറില്ല. അതെന്താടാ മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കാൻ? എന്താടാ ഗുണ്ടയോ അതോ വേറെ വല്ലതുമാണോ? മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത ഇതാവാൻ വേണ്ടി മാത്രം മുഖത്ത് നോക്കി സംസാരിച്ച അവനെന്താ തല്ലൂ? ഇവര് പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ ചിലപ്പോ തല്ലും ചെയ്യുമായിരിക്കും അല്ലേ? എനിക്ക് പിന്നെ ഉണ്ടാവാറുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്രയും ഇത് ഉണ്ടാവാറില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവൻ പറഞ്ഞപ്പോ ഇവനെന്ത് ചെയ്തു, നീ ഇരിക്കുന്നു പറഞ്ഞു അവനെ കട്ടിലിരുത്തി. അപ്പൊ നമ്മളെല്ലാരും കൂടെ ഉണ്ട്. അപ്പൊ ഇവന്റെ കാല് കൊണ്ട് എന്ത് ചെയ്തു, അവന്റെ മുഖത്ത് ഇങ്ങനെ ചോട്ടി ഒരു 5 മിനിറ്റോളം മുഖത്ത് ചോട്ടി. എന്താടാ എനിക്ക് പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് തെറിയൊക്കെ വിളിച്ചോണ്ട് കാലിങ്ങനെ ചോട്ടി. അത് കണ്ട് എനിക്ക് മൊത്തത്തിൽ ബാഡായി. ഞങ്ങൾക്ക് ഓൻ്റെ അടുത്ത് പറയാനുള്ള ഇതില്ല, കാരണം അവൻ ഭയങ്കര ഹൈപ്പർ ഇതായിട്ട് ദേഷ്യം പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ചിലപ്പോൾ ചോട്ടോ, നമുക്ക് സ്വയം ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ നമ്മളവനെ കണ്ടതും ഈ പറഞ്ഞ പോലെ ഒരു ഇതായിട്ടാണ് നമ്മൾ കണ്ടത്. നമ്മളവനൊരു താഴ്ന്നൊരു ലെവലിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മുഖത്ത്
ചവിട്ടി എന്നൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാ തൊപ്പി ഇവരെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന കൂടെയാണ് ഷമീർ ഇവിടെ ഇതുവഴി പറഞ്ഞു വെക്കുന്നത്. ഇത്രയും പീഡനം സഹിച്ച് അവന്റെ അടിവസ്ത്രവും കഴുകി കൊടുത്ത് അവിടെ നിൽക്കാൻ നിനക്കൊക്കെ നാണമുണ്ടോ? മുമ്പേ ഇറങ്ങി പോണായിരുന്നോ? 2 വർഷം 2.5 വർഷം ഇതൊക്കെ സഹിച്ച് അവിടെ നിൽക്കാൻ വേണ്ടിട്ട് ഉളുപ്പ് കുറച്ചെങ്കിലും. ഇവര് അവിടുന്ന് അടിച്ചു പിരിഞ്ഞ് ഷമീറുമായിട്ട് ഇപ്പം ഷമീറും അമ്മും വേറൊരാളും കൂടെ ഒരു സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. തൊപ്പിയെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക, അവരെടുത്ത പണിക്കുള്ളത് അവർക്ക് കൊടുക്കുക. അങ്ങനെ ഈ പറഞ്ഞ പോലെ ചവിട്ടി ഞാൻ. അപ്പൊ റാംബോ ആണ് ഇതിന്റെ ലൈക്ക് മൊത്തം വീട്ടിലെ കാര്യങ്ങളും ഇവൻ പറയുന്നത്. അതായത് ഇവൻ തൊപ്പി പറയുന്നത് ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് ഇവർക്ക് ഇതില്ല, ഇന്ന് ഇവർ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാംബോ ആണ് നടപ്പിലാക്കുന്ന ആള്. ഇത് നടപ്പിലാക്കുന്ന ശ്വാസം ഇടുന്ന ആള് തൊപ്പിയും അത് നടപ്പിലാക്കുന്ന ആള് റാംബോ ആണ്. അങ്ങനെ ഈ പറഞ്ഞ പോലെ റാംബോ തൊപ്പിയുടെ മാനേജറായിട്ട് നടക്കുന്നവനാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവരെ പോലെയാണ് റാംബോനെയും തൊപ്പി ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ റാംബോ കൂടെ വന്ന് ഇതുപോലെ എന്തെങ്കിലും വിളിച്ചു പറയണ്ടേ? ഇനി എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റാംബോന് തൊപ്പി സാലറി ആയിട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവന്മാരെ അവിടെ അടിമക്കണ്ണാക്കി വെച്ചിട്ട് റാംബോക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് റാംബോനെ കൂടെ നിർത്തിയേക്കുവാണോ? അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇവന്മാര് കൂട്ടത്തില് ഈ റാംബോ എന്ന് പറയുന്നവന് വന്ന് പെടണമല്ലോ. റാംബോ ഇപ്പോഴും തൊപ്പിയുടെ കൂടെ ഉണ്ട്. സെറ്റപ്പുള്ള ആൾക്കാരാണെന്ന ആൾക്കാരെ മെയിൻ്റിലുള്ളത്. പക്ഷെ നമുക്കെല്ലാം അറിയാം നമ്മളെ ഒരു പൈസ ഉണ്ടോ. കാരണം നമ്മളെ ശരിക്കും എന്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാല് നാട ഷട്ടി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷട്ടി അലക്കലാണ്. അതും ഒരു 3 ആഴ്ചക്കുള്ളിൽ അവന്റെ ഷട്ടി അലക്കിയിട്ടില്ലെങ്കിൽ മുത്തിക്ക് അടി പോകും. കാരണം ആടെ അനുഭവിക്കുകയും ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. തൊപ്പിയുടെ അടിവസ്ത്രക്ക് ഇവന്മാര് കഴുകി കൊടുക്കണോ? തൊപ്പിക്ക് കൈയും കാലൊന്നും ഇല്ലേ സ്വയം ഇരുന്ന് കഴുകാൻ? നിന്റെ കൈ അറിയാൻ തല്ലി ഒടിച്ചിട്ടുണ്ടോ കണ്ടവന്മാരെ കൊണ്ട് ഇതൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിട്ട്? ഒരു കാര്യം പറയാം, എനിക്ക് പണ്ടൊരു ഐഫോൺ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു ഐഫോൺ 14 തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു എന്നറിയില്ല. ലൈവിൽ ഇതാക്കിയിട്ട് ഒരു ഇന്റർവ്യൂലാണ് എനിക്ക് തരുന്നത്. ഇന്റർവ്യൂവിൽ ഇങ്ങനെ കൊണ്ട് തന്ന ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ എനിക്ക് തന്നത്. അപ്പൊ അങ്ങനെ ഓൻ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രോപ്പർ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഓൻ തന്നത് 5000 രൂപയാണ്. ഓൻ 5000 രൂപ തന്നിട്ട് 45,000 രൂപ ഞാനും വിട്ട് എൻ്റെ കയ്യിലുണ്ടായ ആ സമയത്തുള്ള ഒരു റിയൽമിയുടെ ഒരു ഫോൺ ഉണ്ട്. അതും ഞാൻ വിറ്റ്, അതും ഫ്ലിപ്കാർട്ടിന് തന്നെ വിൽക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഈ ഫോൺ കൊടുത്ത ഇത്ര എക്സ്ചേഞ്ച് വാല്യൂ അങ്ങനെ എന്തോ, അത് അതിന്റെ തെളിവുണ്ട്. അതും ഞാൻ ഇത് വിറ്റ് അവർക്ക് വിറ്റ് ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ട് ഇവൻ തന്നത് 5000 രൂപയാണ്. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഫോൺ ഇതാക്കുന്നതിൽ വലിയ ഇതില്ല, ഞാൻ നിങ്ങൾക്ക് ഒരു ഫോൺ മേടിച്ചു തരുമ്പോൾ അതിന് വില കൂടും, അതിന് ഇത് കൂടും എന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്ക് ഒരു ഫോൺ മേടിച്ചു തരുന്ന പോലെ. പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം മുമ്പിൽ തൊപ്പി മേടിച്ചിരുന്ന തൊപ്പി ഫോൺ മേടിച്ചെന്നല്ലോ. തൊപ്പി 55,000 രൂപയുടെ ഫോൺ മേടിച്ചിരുന്നു. ഭയങ്കര തന്നെ തൊപ്പി. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഈ പറഞ്ഞ പോലെ എന്റെ 5000 രൂപ തൊപ്പി കൊടുത്തിട്ട് ബാക്കി 45,000 ഇവൻ കൊടുത്ത് ഇവന്റെ ഫോണും വിറ്റ് ആ പൈസക്ക് ഇവൻ ഫോൺ മേടിച്ചിട്ട് അത് തൊപ്പി ഗിഫ്റ്റ് കൊടുത്ത രീതിയിലാക്കിയേക്കുന്നു. കൊള്ളാല്ലേ കളി? ഇത് കാണുന്നവർ വിചാരിക്കും തൊപ്പി എന്തോ വലിയ സംഭവമാണ്, തൊപ്പി ചക്കയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. അതിന്റെ പിറകിൽ നടക്കുന്ന കളികള് അതിങ്ങനെയുമാണ്. ഇതില്ലാത്ത അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നീ അതെ ഞാൻ പോയി, നീ അതെ ഞാൻ പണിയെടുത്തിട്ടാണെങ്കിൽ ഞാൻ എന്റെ കുടുംബം പോയിട്ട് ഞാൻ ഇല്ല, ഞാൻ നിൽക്കുന്നില്ല. അപ്പൊ എന്താ പറഞ്ഞത്, എന്നാ നീ പോകുന്നുണ്ടേ പോട്, ഇൻസ്റ്റാഗ്രാമും നിന്റെ ചാനലും ഇതെല്ലാം ഇതാക്കിക്കോ. നിന്റെ പിന്നെ ഇതെല്ലാം ഞാനില്ലോണ്ടല്ലേ എത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങി കുറ്റമാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം വെക്കുക, പക്ഷെ നമ്മളെ എഫോർട്ടും കൂടി ഇല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തൂലല്ലോടാ ശനിയറ. ഓനാ വളർത്തിയത്. ഓക്കെ, അത് ഞാൻ തെറ്റീകരിക്കുന്നില്ല. നീ അതില്ലോണ്ടാണ് നമ്മളും എല്ലാരും ഇവിടെ എത്തിയത്. പക്ഷെ നീ അതൊരു കുളത്ത് കിട്ടിയതേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ എഫേർട്ടും കാര്യങ്ങളും എടുത്തത് നമ്മളല്ലേ, നമ്മളാണല്ലോ ലൈവില്. യോജിക്കുന്നു. തൊപ്പി ഒരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തന്നേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് അവന്മാര് വളർന്നിട്ടുണ്ടെങ്കിൽ അത് അവന്മാരുടെ കഴിവ് കൊണ്ടാണ്, അല്ലാണ്ട് തൊപ്പിയുടെ വിസിബിലിറ്റി കൊണ്ട് മാത്രമല്ല. നമ്മള് ഒരാള് കൈ പിടിച്ച് ഉയർത്താൻ വന്നു കഴിയണമെങ്കിൽ അവിടെ നമ്മുടെ സ്കിൽസ് ഉണ്ടാവണം, നമ്മുടെ കഴിവുണ്ടാവണം. അല്ലാണ്ട് ദേ അവൻ വന്ന് നമ്മളെ കൈ പിടിച്ച് ഉയർത്തി എത്ര നാള് അതും കൊണ്ട് നിൽക്കും? കുറച്ചു നാള് നമ്മൾ ഇടേണ്ട എഫേർട്ട് ഇട്ട് നമ്മൾ ഇടേണ്ട സ്കില്ലുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാതെ എവിടെ എത്തത്തില്ല. അതൊന്ന് തൊപ്പി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇവന്മാര് പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ
ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, ഉളുപ്പുണ്ടോ തൊപ്പി നിനക്ക് കുറച്ചെങ്കിലും? ഉണ്ടോ? കഷ്ടം.